ഹലോ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. സോ സൗദിയിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ അണ്ണനെ കാണാതെ പോയാൽ എങ്ങനെ ശരിയാവും? യെസ്, നമ്മളിന്ന് അൽ നാസറിൻ്റെ മാച്ച് കാണാൻ പോവാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വ്ളോഗാണ്. സോ നമ്മൾ സാധാരണ മാച്ചിൻ്റെ വ്ളോഗ് എടുക്കുന്ന പോലെ ആകുമോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ എക്സൈറ്റഡ് ആണ് അൽ നാസറിൻ്റെ മാച്ച് കാണാൻ, റൊണാൾഡോയെ കാണാൻ. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്നതാണ് അൽ നാസറിൻ്റെ സ്റ്റേഡിയം അല്ലേ, അവൽ പാർക്ക്. യെസ്, നമ്മൾ റൊണാൾഡോയെ കാണാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അൽ നാസറിൻ്റെ മാച്ച് കാണാൻ ഇവിടെ അവൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് രണ്ട് കോഴിക്കോട് നിന്നുള്ള കൂട്ടുകാരും കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഒന്ന് പരിചയപ്പെടുത്തും. യെസ്, നമ്മൾ ഇവരുമായിട്ടാണ് ഇന്ന് അൽ നാസറിൻ്റെ മാച്ച് കാണാൻ പോകുന്നത്. റൊണാൾഡോയെ കാണണം, മാനെ കാണണം. എന്താ പറയുക, നമ്മൾ പുതിയ ഇവിടുത്തെ ഒരു സ്റ്റേഡിയം എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ ആ ഒരു റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് അടുക്കാനായി. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്താണ്. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരൊക്കെ സ്ഥിരം വന്ന് കാണുന്നവരാണെന്നാണ് തോന്നുന്നത് അല്ലേ? നമ്മൾ 2 മത്സരം കാണാൻ വന്ന് പൊളിച്ച് അടിപൊളി മത്സരമായിരുന്നു. ഓക്കെ, ഞാനെന്തായാലും ആദ്യമാണ്, അതുകൊണ്ട് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് റൊണാൾഡോയെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ മാനെ ഇത് കോർണർ ഫ്ലാഗിന്റെ തൊട്ട് പുറയിലാണ്. സോ ഇവിടെ വന്നിട്ടായിരിക്കും മിക്കവാറും റൊണാൾഡോ സൂയ അടിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വന്നിരുന്നത്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം വരും. ഇവിടെ അടിക്കണം, ഇവിടെ അടിക്കണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് അടിക്കണം. അതെ, ഇവിടെ വന്ന് അടിക്കാന്നാണ് കേട്ട വിവരം. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനിത് ഇവിടെ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ. മലയാളിയാണോ? മലയാളിയാണല്ലേ? ബംഗാളി. റൊണാൾഡോ ഇതുവരെ വന്നിട്ടില്ല. റൊണാൾഡോ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? റൊണാൾഡോ ഫാനാണോ? അല്ല, റൊണാൾഡോ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. റൊണാൾഡോ മാനെയാണ്, സാദിയ മാനോ. അതെ, ഇവിടെ ഫ്ലാഗ് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നുണ്ട്. ഇവിടാണ് അൽ നാസറിന്റെ ഫാൻ ഗ്രൂപ്പ്സ് ഒക്കെ ഇരിക്കുന്നത്. ചിലപ്പം നമുക്ക് അവരുടെ ചാൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടുന്ന് കേൾക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ആരാണ് നടന്നു വരുന്നത് നോക്കൂ. റൊണാൾഡോ الرقم 2 نجم خط دفاعنا الدولي سلطان الغنام. الرقم 10 اسد الترنجة الدولي السنغالي ساديو ماني. സീ സൈഡിലോട്ടാണ് കളി. ഇവിടെ അടിക്കുമോ ഗോള്?
എന്നിട്ട് ഇവിടെ ഒന്ന് സൂ അടിക്കുമോ നോക്കാം. റൊണാൾഡോ കമോൺ. ഗൈസ് അവർ ഗോൾ അടിച്ചു. ഒപ്പോണന്റ് ടീം ഗോൾ അടിച്ചു ഗൈസ്. ഈ 6ാമത്തെ പിന്നെ ഒക്കുകൂത് 6ാമത്തെ മിനിറ്റിൽ തന്നെ അവര് ഗോൾ അടിച്ചു. എന്താണേലും ഇപ്പൊ തിരിച്ചു വരും. റൊണാൾഡോ ഇവിടെ ഒന്ന് ഗോൾ അടിക്കും, ഇവിടെ സൂ അടിക്കും. നമ്മളത് വീഡിയോ എടുക്കും. പെനാൽറ്റി ഗൈസ്, പെനാൽറ്റി. റൊണാൾഡോ ആണോ പെനാൽറ്റി എടുക്കാൻ പോകുന്നത്? ഒരു നല്ല ചാൻസ് ആയിരുന്നു. മറ്റൊരു സൂ കാണാനുള്ള അവസരമായിരുന്നു. റൊണാൾഡോ കോർണറാണ് കോർണറാണ്. ഇവിടുത്തെ അൽ നസറിന്റെ ഫാൻസ് ഒക്കെ എല്ലാവരും ചാൻറ്റിങ് പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. ജസ്റ്റ് കോർണർ, ഒരു ഹെഡർ ഗോൾ വരാൻ പോകുന്നു റൊണാൾഡോയുടെ. അണ്ണൻ കലിപ്പിലാണ്. എല്ലാം അപ്പുറം. ആനയാണിന്ന് ടോപ്പ് കളിയിൽ ഒന്നും പറയാനില്ല. Sadio Mane! Sadio! Sadio! Sadio!
റൊണാൾഡോയുടെ വൈക്കിംഗ് ക്ലാപ്പ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. റൊണാൾഡോസ് വൈക്കിംഗ് ക്ലാപ്പ്. ആ കാണുന്നതാണ് മാനെ, അതാണ് മാനെ. ഈ കാണുന്നതാണോ സെക്യൂരിറ്റി സിസ്റ്റം? രണ്ട് എന്താ ജോ ബ്ലോക്ക് ആണ് സെക്യൂരിറ്റി. അങ്ങോട്ട് ചാടിച്ചു ഇതുണ്ടോ മോനെ കയ്യിലെ കാണാൻ പറ്റാത്ത ആരെങ്കിലും ചാടിയിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കളി കഴിഞ്ഞ് പുറത്തെത്തി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 3-1 അൽ നസർ ജയിച്ചു. അതുമല്ല, സാദിയോ മാനയുടെ 2 ഗോള്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 1 ഗോള്, പിന്നെ നമ്മളിരുന്ന സൈഡിലാണ് ആ ഗോള് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ കണ്ടു. അതെ, നിങ്ങളിപ്പോൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കും വ്ളോഗിനകത്ത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ സൂ കാണാൻ പറ്റി, ഗോള് കാണാൻ പറ്റി. സോ പിന്നെ ഈ ഒരു സ്റ്റേഡിയം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ വന്ന് കളിയാണെന്ന് പറഞ്ഞല്ലേ. നമ്മുടെ നാട്ടില് നമ്മൾ നല്ല ദൂരെയൊക്കെ ഇരുന്നില്ലേ കാണുന്നത്, ഇത്ര അടുത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതുമല്ല, അത്രയും ആളുകൾ ചാൻറ്റ് ചെയ്യുമ്പോഴും ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു വേറെ മൂഡായിരുന്നു. അപ്പം നമ്മുടെ അടിപൊളിയായിരുന്നു. പഴയ സൗദി ഒന്നല്ല, ഇപ്പോൾ നിലവിൽ സൗദികൾ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ എല്ലാ പ്രോത്സാഹനമുണ്ട്. ടീമംഗങ്ങൾക്കും നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടായത്. അതെ, എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ മാച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ റൊണാൾഡോയെ കാണാൻ പറ്റി, ആൻഡ് അൽ നസറിൻ്റെ മാച്ച്, സാദിയോ മാനെ. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളും ഈ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഇതേപോലത്തെ ഇനിയും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ബൈ. നിങ്ങൾ ബൈ പറഞ്ഞു. ബൈ ബൈ. അവിടുന്ന് വേറൊരു ബൈ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം ബൈ ബൈ.